മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് വിശ്വസാഹിത്യത്തിൽ നിന്നുള്ള ഒരു കഥയാണ്. കഥയുടെ പേര് മിഞ്ഞോൺ, മരുഭൂമിയിലെ സുൽത്താന. ഈ കഥ എഴുതിയിരിക്കുന്നത് സാക്ക്. പ്രോവെങ്കൽ സൈനികനായ ജനറൽ ഡെസായ് ഈജിപ്തിലെ മരുഭൂമിയിലൂടെയുള്ള തൻ്റെ യാത്രക്കിടയിൽ അറബ് വംശജരായ കിരാതന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അയാളെ നൈൽ നദിക്കടുത്തുള്ള മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. ഫ്രഞ്ച് സൈന്യത്തിൻ്റെ താവളത്തിൽ നിന്നും വളരെ അകലെ സുരക്ഷിതമായൊരു സ്ഥലത്ത് എത്തിച്ചേരുന്നതിനായി ഒരു രാത്രി മുഴുവൻ ഒരിടത്തും തങ്ങാതെ അവർ യാത്ര ചെയ്തു. മരുഭൂമിയിൽ ഒരു പറ്റം ഈന്തപ്പനകൾ വളർന്നു നിൽക്കുന്ന കിണറിനടുത്തായി അവർ തമ്പടിച്ചു. മുമ്പൊരിക്കൽ അതിലൂടെ കടന്നുപോയപ്പോൾ തങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ അവിടെ കുഴിച്ചിട്ടിരുന്നു. തടവുകാരൻ തങ്ങളെ പറ്റിച്ചോടിപ്പോകാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിയ ആ അറബികൾ അയാളുടെ കൈകൾ മാത്രമേ ബന്ധിച്ചിരുന്നുള്ളൂ. കുറച്ച് ഈന്തപ്പഴം തിന്നതിന് ശേഷം കുതിരയ്ക്ക് ബാർലി നൽകി അവർ സുഖമായി ഉറങ്ങി. ശത്രുക്കൾ ഉറക്കമായെന്ന് കണ്ട പ്രോവെങ്കൽ ജനറൽ പല്ലുകൾ കൊണ്ട് ഒരു കൊടുവാൾ കടിച്ചെടുത്ത് അത് അയാളുടെ ചേർത്ത് വെച്ച കാൽമുട്ടുകൾക്കിടയിൽ ഉറപ്പിച്ചു വെച്ചുകൊണ്ട് കൈകൾ ബന്ധിച്ചിരുന്ന ചരട് ആ വാളിൻ്റെ വായിൽ ചേർത്ത് വെച്ച് ശക്തിയായി ഉരച്ചു. ചരട് മുറിഞ്ഞു പോയതോടെ ആ സൈനികൻ ബന്ധനവിമുക്തനായി. ഒരു നിമിഷത്തിനകം ചെറിയൊരു തോക്കും വാളും കൈക്കലാക്കിയതിനു ശേഷം ഒരു സഞ്ചി നിറയെ ബാർലിയും ഒരു പാത്രം ഈന്തപ്പഴവും എടുത്ത് ഒരു കുതിരയുടെ പുറത്ത് ചാടി കയറി അയാൾ അതിവേഗം ഓടിച്ചുപോയി. ഫ്രഞ്ച് സൈന്യം തമ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയ ദിശയിലേക്കാണ് അയാൾ കുതിരയെ പായിച്ചത്. ഫ്രഞ്ച് സൈന്യം തമ്പിടിച്ചിരിക്കുന്നിടത്ത് എങ്ങനെയെങ്കിലും എത്തിപ്പെടണമെന്ന ലക്ഷ്യത്തോടെയാണ് അയാൾ ആ ക്ഷീണിച്ച കുതിരയെ അതിവേഗം ഓടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കുറച്ച് ദൂരം ചെന്നപ്പോൾ ആ ജീവി തളർന്നു വീണു. ചവിട്ടാണികൾ കൊണ്ട് ശരീരത്തിൻ്റെ ഇരുവശത്തും മുറിഞ്ഞ് രക്തമൊഴുകിയിരുന്ന ആ ജീവിയുടെ മരണത്തോടെ ആ ഫ്രഞ്ച് സൈനികൻ മരുഭൂമിയുടെ നടുവിൽ ഒറ്റപ്പെട്ടു. രക്ഷപ്പെട്ട് ഓടിപ്പോകുന്ന ഒരു തടവുകാരൻ്റെ ധൈര്യത്തോടെ ആ മരുഭൂമിയിൽ കുറേ നേരം അലഞ്ഞു തിരിഞ്ഞുവെങ്കിലും ആ സൈനികന് മുന്നോട്ട് പോകാനുള്ള വഴി തെളിഞ്ഞില്ല. ആ മരുഭൂമിയിലെ രാത്രി മനോഹരമായ പ്രകാശം കൊണ്ട് നിറഞ്ഞതായിരുന്നുവെങ്കിലും അയാൾക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞില്ല. ഭാഗ്യവശാൽ കുറച്ചു ദൂരം നടന്നപ്പോൾ ഈന്തപ്പനകൾ നിറഞ്ഞ ഒരു കുന്നിൻ പുറത്താണ് അയാൾ എത്തിപ്പെട്ടത്. ആ കുന്നിൻ മുകളിൽ നിന്നപ്പോൾ അയാൾക്ക് അല്പം സുരക്ഷിത ബോധം അനുഭവപ്പെട്ടു. കട്ടിലിൻ്റെ ആകൃതിയിലുള്ള ഒരു പാറമേൽ കിടന്നതും ക്ഷീണം മൂലം അയാൾ ഉറങ്ങിപ്പോയി. തൻ്റെ സുരക്ഷിതത്തിനു വേണ്ട തയ്യാറെടുപ്പുകളൊന്നും കൈക്കൊള്ളാതെയാണ് അയാൾ ഉറങ്ങിയത്. സ്വന്തം ജീവൻ ബലിദാനം ചെയ്യുന്നത് പോലെയായിരുന്നു അയാളുടെ ആ പ്രവൃത്തി. അറബികളെ വിട്ടുപോകുന്നത് വിഡ്ഢിത്തമായെന്ന് അയാൾക്ക് തോന്നി. ഉറങ്ങുന്നതിന് മുമ്പ് അതായിരുന്നു അയാളുടെ അവസാനത്തെ മനോരാജ്യം. അലഞ്ഞു നടക്കുന്ന അവരുടെ ജീവിതശൈലി അയാൾക്ക് ഇഷ്ടമായി കഴിഞ്ഞിരുന്നു. അറബികളിൽ നിന്നും ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ നിന്നും താൻ വളരെ അകലെയാണെന്ന് അയാൾ ചിന്തിച്ചുപോയി. ആ പാറക്കല്ലിൽ ഒട്ടും കരുണയില്ലാതെ പതിച്ച വെയിൽനാളങ്ങൾ അതിനെ ചുട്ടുപഴിപ്പിച്ചു. വെയിലിൻ്റെ ചൂടും സൂര്യരശ്മികളുടെ തീഷ്ണതയും അയാളെ ഉറക്കത്തിൽ നിന്നും തട്ടിയുണർത്തി. രാത്രിയിൽ ഉറങ്ങുമ്പോൾ ആ ഈന്തപ്പനകളുടെ അടിയിൽ തണൽ വീഴാൻ സാധ്യതയുള്ള സ്ഥലം നോക്കി കിടന്നുറങ്ങാൻ തക്ക ശ്രദ്ധയൊന്നും അയാളിൽ അവശേഷിച്ചിട്ടില്ലായിരുന്നു. ആ ഏകാന്തമായ ഈന്തപ്പനകളിൽ നോക്കി ഭീതി മൂലം അയാൾ വിറച്ചു. പനകൾ ആർലസ് പള്ളിയിലെ ഭീമാകാരങ്ങളായി തൂണുകളാണെന്ന് അയാൾക്ക് തോന്നി. അയാൾ പനകൾ എണ്ണിക്കൊണ്ടിരുന്നു. കടുത്ത നിരാശ അയാളുടെ ആത്മാവിനെ കീഴടക്കി. അതിർത്തികളില്ലാത്ത സമുദ്രം തൻ്റെ മുന്നിൽ പരന്നു കിടക്കുന്നത് അയാൾ കണ്ടു. വ്യാകുലതയുടെ മണൽക്കാട് അയാൾക്ക് ചുറ്റും പരന്നു കിടന്നു. കണ്ണുകൾക്ക് എത്താവുന്നിടത്തോളം അകലത്തിൽ ആ സൂര്യപ്രകാശത്തിൽ ഉരുക്കുകൊണ്ടുണ്ടാക്കിയ ബ്ലേഡ് പോലെ ആ മണൽ പരപ്പ് തിളങ്ങി. താൻ കാണുന്നത് സമുദ്രമാണോ അതോ സ്ഫടികം പോലെ തിളങ്ങുന്ന ഒരു തടാക ശൃംഖലയാണോ എന്നൊന്നും അയാൾക്ക് തിരിച്ചറിയാനായില്ല.
ജ്വലിക്കുന്ന മഞ്ഞനിറം ചെറിയ അലകളായി ആ നടുക്കമുണർത്തുന്ന ഭൂപ്രകൃതിയുടെ മീതെ ഇളകിക്കൊണ്ടിരുന്നു. പൗരസ്ത്യമായൊരു തരം പ്രകാശം ആകാശത്ത് ചിതറി. സ്വർഗവും ഭൂമിയും ഒരുപോലെ ജ്വലിക്കുകയായിരുന്നു. ആ വന്യത മുറ്റിയ ഘോര തേജസ്സിലെ നിശബ്ദത ഭയാനകമായിരുന്നു. അനന്തവും വിസ്തൃതിയും അയാളുടെ ആത്മാവിനെ എല്ലായിടത്തു നിന്നും ഞെരിച്ചുകൊണ്ടിരുന്നു. ആകാശത്തിലൊരു മേഘക്കീറോ അന്തരീക്ഷത്തിൽ ഒരു നിശ്വാസമോ ചെറിയ ചെറിയ അലകൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മരുഭൂമിയുടെ മാർവിടത്തിൽ നേരിയ അനക്കമോ ഉണ്ടായിരുന്നില്ല. സമുദ്രത്തിലെ വേനൽക്കാല ചക്രവാളം പോലെ ആ മരുഭൂമിയുടെ അറ്റത്ത് ഒരു ചുരുകിയുടെ അഗ്രം പോലെ ചക്രവാളം തിളങ്ങി. ഒരു സുഹൃത്തിൻ്റെ ശരീരത്തെ പുണരും പോലെ ആ സൈനികൻ ഈന്തപ്പനകളിലൊന്നിനെ തൻ്റെ കൈകൾ കൊണ്ട് കോർത്ത് കെട്ടിപ്പുണർന്നു. കുത്തനെ നിൽക്കുന്ന പനകളുടെ തണലിൽ ഒരു പാറക്കല്ലിന്മേൽ അയാൾ കരഞ്ഞുകൊണ്ട് കുത്തിയിരുന്നു. തൻ്റെ കൺമുമ്പിൽ പരന്നു കിടക്കുന്ന വിശാലമായ ഏകാന്തത നൽകിയ ഭീതിയെ അയാൾ നോക്കിക്കണ്ടു. ആ ഏകാന്തതയെ പ്രലോഭിപ്പിക്കാൻ എന്ന പോലെ അയാൾ ഉറക്കെ നിലവിളിച്ചു. അയാളുടെ വിലാപം ഒരു പ്രതിധ്വനി പോലും ജനിപ്പിക്കാത്ത വിധം ബലഹീനമായി തീർന്ന് ആ ശൂന്യതയിൽ വിലയം പ്രാപിച്ചു. ആ സൈനികന് 22 വയസ്സുണ്ടായിരുന്നു. അയാൾ തൻ്റെ തോക്ക് നിറച്ചു. സ്വന്തം രക്ഷകനായ ആ ആയുധം തറയിലിട്ട് അയാൾ തന്നെത്താൻ പറഞ്ഞു, അതിനുള്ള സമയമാകുന്നതേയുള്ളൂ. വ്യാകുലത ജനിപ്പിക്കുന്ന ആ മണൽപ്പരപ്പിൻ്റെ ശൂന്യതയിലേക്കും വിസ്തൃതമായ ആകാശത്തേക്കും മാറി മാറി നോക്കി ആ പട്ടാളക്കാരൻ ഫ്രാൻസിനെക്കുറിച്ച് സ്വപ്നം കണ്ടു. തനിക്ക് പാരീസിലെ ഓവുചാലുകളുടെ ഗന്ധമാണെന്ന് അയാൾ ആഹ്ലാദത്തോടെ സങ്കല്പിച്ചു. താൻ കടന്നു പോകുന്ന പട്ടണത്തെക്കുറിച്ചും തൻ്റെ സുഹൃത്തുക്കളെക്കുറിച്ചും ജീവിതത്തിലെ ഏറ്റവും നിസ്സാരമായ സംഭവങ്ങളെക്കുറിച്ചും അയാൾ ഓർത്തുകൊണ്ടിരുന്നു. ഫ്രാൻസിലെ തെക്കൻ പ്രവിശ്യയിൽ ജനിച്ച അയാളുടെ മനസ്സിൽ തൻ്റെ നാട്ടിലെ തിളങ്ങുന്ന വെണ്ണക്കല്ലുകൾ പ്രത്യക്ഷപ്പെട്ടു. ആ മരീചികയിലെ ഏറ്റവും ഭയാനകമായ അപായങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ തലേന്ന് രാത്രി കയറിപ്പറ്റിയ കുന്നിൻ നെറുകയിലേക്കുള്ള വഴിയുടെ നേരെ എതിർവശത്തേക്കാണ് അയാൾ നടന്നത്. ആ കുന്നിൻ്റെ അടിയിലായി പാറയിൽ കൊത്തിയെടുത്ത മനോഹരമായ ഗുഹ കണ്ടപ്പോൾ അയാൾക്ക് ആഹ്ലാദം അടക്കാനായില്ല. ഒരു പായയുടെ ശേഷിപ്പ് കൂടി കണ്ടെത്തിയതോടെ തനിക്ക് മുമ്പ് ആരും അവിടെ താമസിച്ചിരുന്നതായി അയാൾക്ക് തോന്നി. കുറച്ചപ്പുറത്തായി ഈന്തപ്പഴ കുലകൾ നിറഞ്ഞ പനകൾ അയാൾ കണ്ടു. ജീവിതവുമായി മനുഷ്യനെ ബന്ധിപ്പിക്കുന്ന സഹജവാസന അയാളുടെ മനസ്സിലുണർന്നു. ഇനിയൊരു അറബ് ഗോത്രവർഗക്കാരൻ അതിലൂടെ കടന്നു വരുന്നതുവരെ തനിക്കിവിടെ ജീവിക്കാമെന്ന് അയാൾ പ്രത്യാശിച്ചു. അല്ലെങ്കിൽ ബോണപ്പാർട്ട് ഈജിപ്ത് കീഴടക്കി കടന്നു പോകുമ്പോൾ മുഴക്കുന്ന പീരങ്കിയുടെ ശബ്ദം താമസിയാതെ അയാൾക്ക് കേൾക്കാം. ഈ ചിന്തകൾ കൊണ്ട് ഉത്തേജിതനായ ആ ഫ്രഞ്ച് പടയാളി ഈന്തപ്പഴ കുലകൾ വെട്ടിയിറക്കി. ഈന്തപ്പനകൾ പഴക്കുലകളുടെ ഭാരം കൊണ്ട് കുനിഞ്ഞു നിൽക്കുകയായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ ലഭിച്ച ആ ദിവ്യാമൃതം രുചിക്കുമ്പോൾ ആ ഈന്തപ്പനകൾ ആ ഗുഹയിൽ മുമ്പ് താമസിച്ചിരുന്നവരാരെങ്കിലും നട്ടുവളർത്തിയതാകുമെന്ന് അയാൾ ചിന്തിച്ചു. ഈന്തപ്പഴത്തിലെ ഊർജ്ജദായകവും ഉത്തേജകവും അടങ്ങിയതുമായ ധാതുക്കൾ അയാളെ തൻ്റെ മുൻഗാമികളുടെ പരിലാളനയ്ക്ക് സാക്ഷിയാക്കി. നിരാശയുടെ ഇരുണ്ട കയത്തിൽ നിന്നും അയാൾ ഭ്രാന്തമായ ആഹ്ലാദത്തിലേക്ക് കടന്നു ചെന്നു. അയാൾ വീണ്ടും കുന്നിൻ പുറത്തേക്ക് കയറി ചെന്ന് തലേന്ന് രാത്രി തനിക്ക് അഭയമേകിയ ഓലകളില്ലാത്ത ആ ഈന്തപ്പന വെട്ടിവീഴ്ത്തി. അവ്യക്തമായൊരോർമ്മ മരുഭൂമിയിലെ ഹിംസ്ര ജന്തുക്കളെക്കുറിച്ച് ചിന്തിക്കാൻ അയാളെ പ്രേരിപ്പിച്ചു. ആ പാറക്കെട്ടിനടുത്തുകൂടെ ഒഴുകി നീങ്ങിയിരുന്ന അരുവിയിൽ നിന്നും വെള്ളം കുടിക്കാനായി അവ എത്തുമെന്ന് കരുതി അയാൾ ആ ഗുഹാമുഖത്ത് ഒരു കവാടം നിർമ്മിക്കാൻ തീരുമാനിച്ചു. വളരെയേറെ അധ്വാനിച്ചുവെങ്കിലും താൻ ആ ഹിംസ്ര ജന്തുക്കളാൽ ഭക്ഷിക്കപ്പെടുമോ എന്ന ഭയം മൂലം അയാൾക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ആ ഈന്തപ്പന വെട്ടി കഷ്ണങ്ങളാക്കാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ ആ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ആ വൃക്ഷം വെട്ടി വീഴ്ത്തുന്നതിൽ അയാൾ വിജയിച്ചു. വൈകുന്നേരത്തോടെ മരുഭൂമിയിലെ ആ ഏകാധിപതി നിലംപതിച്ചപ്പോൾ അതിൻ്റെ ശബ്ദം അങ്ങകലെ ആ മരുക്കടലിൻ്റെ ഊഷരതയുടെ വിലാപം പോലെ മുഴങ്ങി. ഒരു ദുരന്തത്തിൻ്റെ പ്രവചനം കേട്ടതുപോലെ അയാൾ ഞെട്ടിവിറച്ചു. എങ്കിലും മരിച്ച ബന്ധുവിനെക്കുറിച്ചോർത്ത് കരഞ്ഞുകൊണ്ട് ഏറെ നേരം പാഴാക്കാൻ തയ്യാറല്ലാത്ത അനന്തരാവകാശിയെപ്പോലെ അയാൾ ആ ഈന്തപ്പനയുടെ ഓലകൾ വെട്ടി വൃത്തിയാക്കി. ആ ഓല ഉപയോഗിച്ച് അയാൾ പാതി പിന്നിയ ആ പായ വൃത്തിയാക്കി എടുത്തു.
കഠിനാധ്വാനവും അതിശക്തമായ ചൂടും അയാളെ തളർത്തി. കടുത്ത ക്ഷീണം മൂലം അയാൾ ആ ഇരുട്ട് നിറഞ്ഞ ഗുഹയ്ക്കകത്ത് കിടന്നുറങ്ങി. പകൽ സമയത്തെ കടുത്ത ചൂടും ശരീരക്ലേശവും അയാളെ ഉറക്കത്തിൻ്റെ ആഴങ്ങളിലേക്ക് തള്ളിയിട്ടു. രാത്രിയിൽ എപ്പോഴോ കേട്ട വിചിത്രമായൊരു ശബ്ദം അയാളെ ഉണർത്തി. അയാൾ എഴുന്നേറ്റിരുന്നു. ആ നിശബ്ദതയുടെ ആഴത്തിൽ ഒരു ജന്തുവിൻ്റെ നിശ്വാസം അയാൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഒട്ടും മനുഷ്യ സഹജമല്ലാത്ത മൃഗീയമായ ഒരു നിശ്വാസം. ഇരുട്ടും നിശബ്ദതയും പെട്ടെന്ന് ഞെട്ടിയെഴുന്നേൽക്കാനിടയായ ഒരു മനുഷ്യൻ്റെ ചിന്തകളും ചേർന്ന് ഊതിപ്പെരിപ്പിച്ച ഭീതി അയാളുടെ രക്തത്തെ മരവിപ്പിച്ചു. അയാൾക്ക് തൻ്റെ മസ്തിഷ്കം വല്ലാതെ സങ്കോചിക്കുന്നത് പോലെ തോന്നി. കണ്ണിലെ കൃഷ്ണമണികൾ കൂടുതൽ തെളിഞ്ഞതോടെ ആ നിഴലിന് മീതെ മങ്ങിയ മഞ്ഞ നിറമുള്ള 2 ദീപനാളങ്ങൾ അയാൾ കണ്ടു. അത് തൻ്റെ കൃഷ്ണമണികളുടെ പ്രതിബിംബമാണെന്നാണ് അയാൾ ആദ്യം കരുതിയത്. പക്ഷേ താമസിയാതെ രാത്രിയുടെ തെളിമ ആ ഗുഹയ്ക്കുള്ള വസ്തുക്കളെ വേർതിരിച്ചറിയാൻ അയാളെ സഹായിച്ചു. 2 വാര അപ്പുറത്തായി ഒരു വലിയ ജന്തു കിടക്കുന്നത് അയാൾ കണ്ടു. അതൊരു സിംഹമാണോ, അല്ലെങ്കിൽ ഒരു കടുവ? തൻ്റെ ശത്രുവിൻ്റെ വംശം വ്യക്തമായി തിരിച്ചറിയാനുള്ളത്ര വിദ്യാഭ്യാസവും അറിവും ആ പ്രോവെങ്കൽ സൈനികന് ഉണ്ടായിരുന്നില്ല. അജ്ഞത ഭാവനയെ ഉദ്ദീപിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ അയാളുടെ ഭയം വർദ്ധിച്ചുകൊണ്ടിരുന്നു. അതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയെന്ന ക്രൂരമായ പീഡനം അയാൾ ഏറ്റുവാങ്ങി. ഭയാനകമായ നിശ്വാസത്തിൻ്റെ ചലനങ്ങൾ അയാൾ ഭീതിയോടെ ശ്രദ്ധിച്ചു. ആ നിശ്വാസത്തിൻ്റെ ഏറ്റവും ചെറിയ ശബ്ദവീചി പോലും അയാൾ കേൾക്കാതിരുന്നില്ല. ഒരു ചെറിയ അനക്കം പോലും അയാൾ ഉണ്ടാക്കിയില്ല. കുറുനരിയുടെ സാന്നിധ്യമുണ്ടാക്കുന്ന പരുഷഗന്ധം, പ്രജ്ഞയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആ തീഷ്ണഗന്ധം ആ ഗുഹയ്ക്കകത്ത് നിറഞ്ഞു. അത് അയാളുടെ മൂക്കിനകത്തേക്ക് കയറിയപ്പോൾ അയാളുടെ ഭീതി സകല സീമകളെയും ഭേദിച്ചു കഴിഞ്ഞിരുന്നു. ആ താവളത്തിൻ്റെ യഥാർത്ഥ ഉടമയായ ആ ഭീകരജീവിയുടെ സാന്നിധ്യത്തെക്കുറിച്ച് അയാൾക്ക് യാതൊരു സംശയവുമില്ലായിരുന്നു. താമസിയാതെ അസ്തമിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന നിലാവിൻ്റെ രശ്മികൾ ആ ഗുഹയിൽ വെളിച്ചം വിതറി. നിലാവെളിച്ചത്തിൽ ആ പുള്ളിപ്പുലിയുടെ പുള്ളികൾ ചിതറിക്കിടക്കുന്ന ശൽക്കം പോലെ തിളങ്ങി. വിലപിടിപ്പുള്ളൊരു കൂടിന് കാവൽ കിടക്കുന്ന ഒരു വലിയ ജന്തുവിനെ പോലെ ഈജിപ്തിൻ്റെ കേസരി ചുരുണ്ട് മയങ്ങിക്കിടന്നു. ഒരു നിമിഷം മാത്രം തുറന്നു കിടന്നിരുന്ന അതിൻ്റെ കണ്ണുകൾ വീണ്ടും അടഞ്ഞു. ആ ജന്തു മുഖം അയാളുടെ നേരെ തിരിച്ചു വെച്ചിരുന്നു. ആ പുലിയുടെ അധീനതയിൽപ്പെട്ട തടവുകാരൻ്റെ മനസ്സിലൂടെ അസ്വസ്ഥതയുടെ ആയിരക്കണക്കിന് ചിന്തകൾ കടന്നുപോയി. അതിനെ വെടിവെച്ച് കൊല്ലാമെന്നാണ് അയാൾ ആദ്യം കരുതിയത്. പക്ഷേ തോക്ക് വേണ്ടവിധം മുന്നം പിടിക്കാൻ വേണ്ടത്ര അകലം അവർക്കിടയിൽ ഇല്ലായിരുന്നു. തോക്കിൻ്റെ കുഴൽ ആ ജീവിയുടെ ശരീരത്തിനുമപ്പുറത്തേക്ക് നീണ്ടുനിന്നു. അതിനിടയ്ക്ക് അതെങ്ങാനും ഉണർന്നുപോയാൽ? ആ ചിന്ത അയാളെ നിശ്ചലനാക്കി. ആ നിശബ്ദതയിൽ തൻ്റെ ഹൃദയത്തിൻ്റെ മുഴക്കങ്ങൾ പോലും അയാളെ പേടിപ്പെടുത്തി. ആ മുഴക്കങ്ങൾ ആ വന്യജീവിയുടെ സുഖകരമായ നിദ്രയെ ശല്യപ്പെടുത്തുമോ എന്ന് അയാൾ ഭയന്നുപോയി. ആ ശത്രുജീവിയുടെ തല വെട്ടിമാറ്റാനായി അയാളുടെ കൈകൾ 2 തവണയെങ്കിലും ആ വാളിൻ്റെ പിടിയിൽ പതിഞ്ഞതായിരുന്നു. പക്ഷേ കനത്തിടതിങ്ങിയ അതിൻ്റെ തൊലിപ്പുറം ഭേദിച്ച് ആ വാൾ കടന്നു പോകുന്നതിനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചപ്പോൾ ആ ജോലി ഉപേക്ഷിക്കാൻ അയാൾ നിർബന്ധിതനായി. ആ ശ്രമം പരാജയപ്പെട്ടാൽ അത് അയാളുടെ മരണം ഉറപ്പാക്കും. അത്തരം സാധ്യതകളാണ് അയാൾ എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നേരം പുലരും വരെ കാത്തിരിക്കാൻ അയാൾ തീരുമാനിച്ചു. പകൽ വെളിച്ചം പ്രത്യക്ഷപ്പെടാൻ ഇനി അധികം താമസമില്ലെന്ന് അയാൾക്ക് തോന്നി. ആ വെളിച്ചത്തിൽ അയാൾ ആ പുലിയെ വിശദമായി നിരീക്ഷിച്ചു. അതിൻ്റെ മൂക്കത്തും വായിലും രക്തം പുരണ്ടിരുന്നു. ഇത് ധാരാളം മാംസം ഭക്ഷിച്ചിട്ടുണ്ട്, അയാൾ ചിന്തിച്ചു. പക്ഷേ ആ രക്തത്തുള്ളികൾ മനുഷ്യമാംസം ഭക്ഷിച്ചതിൻ്റെ ശേഷിപ്പായിരിക്കാമെന്നൊന്നും അയാൾ ആലോചിച്ചിരുന്നില്ല. എന്തായാലും ഉണരുമ്പോൾ അതിന് വിശപ്പുണ്ടാകാൻ വഴിയില്ല. അത് ഒരു പെൺപുലിയായിരുന്നു. അതിൻ്റെ മുലകളിലും തുടയിലുമുള്ള ചർമ്മം വെണ്മ കൊണ്ട് തിളങ്ങി. കൈപ്പടത്തിന് ചുറ്റുമുള്ള പുള്ളികൾ തടവള പോലെ തിളങ്ങി. പേശീബലമുള്ള വാലിന് നല്ല വെളുത്ത നിറമായിരുന്നു.
അതിൻ്റെ അറ്റത്തായി കറുത്ത വളയങ്ങൾ ഉണ്ടായിരുന്നു. അവളുടെ ശരീരത്തിലെ മേൽഭാഗത്തെ മഞ്ഞ നിറമുള്ള മേൽക്കുപ്പായത്തിൻ്റെ മുകൾ ഭാഗം നല്ല മാർദ്ദവമുള്ളതായിരുന്നു. സിംഹവർഗത്തിൽ നിന്നും ആ ജീവിയെ വേറിട്ട് നിർത്തുന്ന റോസ് നിറമുള്ള അടയാളങ്ങൾ ആ ശൽക്കത്തിന്മേൽ വേറിട്ട് കാണാമായിരുന്നു. ഭീതി ഉണർത്തുന്ന ആ പെൺവ്യാക്രത്തിന് മഞ്ചലിൽ നിദ്രയിലാണ്ട മനോഹരിയായ ഒരു പൂച്ചക്കുഞ്ഞിൻ്റെ രൂപമായിരുന്നു. കരുത്തുറ്റ നഖങ്ങളും നല്ല കായബലമുള്ള രക്തം പുരണ്ട കൈപ്പടങ്ങൾ നിവർത്തിവെച്ച് അതിനു മീതെയാണ് അവൾ ശിരസ് ചായ്ച്ചു വെച്ചിരിക്കുന്നത്. കൈപ്പടം ശിരസിനപ്പുറത്തേക്ക് നീണ്ടുകിടന്നു. വെള്ളിനാരി പോലുള്ള രോമങ്ങൾ ശിരസിൻ്റെ ഇരുഭാഗത്തു നിന്നും എഴുന്നു നിന്നു. അവളെ ഒരു കൂടിനകത്താക്കിയിരുന്നെങ്കിൽ ആ ജീവിയുടെ പ്രൗഢിയും വർണ്ണവൈവിധ്യം കൊണ്ട് പൊലിമ തീർത്ത അവളുടെ ആടകളും അയാൾ ആസ്വദിക്കുമായിരുന്നു. പക്ഷേ അവളുടെ ക്രൗര്യത്തിൻ്റെ കാര്യമോർത്തപ്പോൾ അയാളുടെ കാഴ്ച മങ്ങി. ഉറങ്ങുകയായിരുന്നെങ്കിലും ആ വ്യാക്രത്തിൻ്റെ സാന്നിധ്യം ഒരു സർപ്പത്തിൻ്റെ കാന്തിക നേത്രം രാപ്പാടികളുടെ മേൽ ചെലുത്തുന്ന അധിനിവേശം പോലെ അയാളിൽ സ്വാധീനം ചെലുത്തി. ആ അപായത്തിൻ്റെ സാന്നിധ്യം മൂലം ആ സൈനികൻ്റെ ധൈര്യം ചോർന്നുകൊണ്ടിരുന്നു. തീർച്ചയായും ആ സാഹചര്യം തോക്കിൻ കുഴൽ ഉയർത്തി ഉന്നം പിടിക്കാൻ അയാളെ പ്രേരിപ്പിക്കേണ്ടതാണ്. പെട്ടെന്ന് നിരാശാഭരിതമായ ഒരാലോചന അയാളുടെ മനസ്സിൽ നിറഞ്ഞു വന്നു. അയാളുടെ മൂർധാവിൽ രൂപം കൊണ്ട കുളിരിൻ്റെ ഈർപ്പത്തെ അത് വറ്റിച്ചു കളഞ്ഞു. തൻ്റെ വിധിയെ തടുക്കുന്നതിനായി മനുഷ്യൻ ചെയ്യുന്നതുപോലെ ഏറ്റവും ക്രൂരമായൊരു കൃത്യത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങിയ ശേഷം തൻ്റെ സാഹസത്തിലെ അപകടം മനസ്സിലാക്കി തിരിച്ചോടുന്ന ഒരുവനെ പോലെ അയാൾ തൻ്റെ അവസാനത്തെ വിധിയെ കാത്തിരുന്നു. 2 ദിവസം മുമ്പായിരുന്നെങ്കിൽ അറബികൾ എന്നെ കൊല്ലുമായിരുന്നു. അയാൾ ആലോചിച്ചുകൊണ്ടിരുന്നു. സ്വന്തം മരണം ഉറപ്പായെന്ന് തീർച്ചപ്പെടുത്തി. അസ്വസ്ഥമായ മനസ്സോടെ തൻ്റെ ശത്രു ഉണരുന്നതും കാത്ത് ധൈര്യപൂർവ്വം അയാൾ അവിടെ തന്നെ ഇരുന്നു. സൂര്യപ്രകാശമേറ്റപ്പോൾ ആ പെൺപുലി കണ്ണു തുറന്നു. ചുരുട്ടി വെച്ചിരുന്ന കൈപ്പടങ്ങൾ പേശി വലിവ് തീർക്കാനെന്ന മട്ടിൽ നിവർത്തി. ഭയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പറ്റം ദന്തനിരകളും പല്ലുകളുടെ പാടുപതിഞ്ഞ അരം പോലുള്ള നാക്കും പ്രദർശിപ്പിച്ച് അവളൊന്ന് കോട്ടുവായിട്ടു. അയാളെ മോഹിപ്പിക്കുന്ന തരത്തിൽ അവൾ കിടന്നുരുണ്ടുമറിഞ്ഞപ്പോൾ ഹോ, ഇവളൊരു മോഹിനി തന്നെ എന്നയാൾ ആത്മഗതം കൊണ്ടു. ചുണ്ടിലും മൂക്കിൻ തുമ്പത്തും കൈപ്പടങ്ങളിലും പുരണ്ട ചോരയുടെ ശേഷിപ്പ് നക്കി തുടച്ച ശേഷം വശ്യമായ ചലനത്തോടെ അവൾ തല തറയിലിട്ട് ഉരച്ചു. ഹോ, നീ സുന്ദരിയാകാനുള്ള പുറപ്പാടിലാണല്ലോ. തൻ്റെ ധൈര്യത്തോടൊപ്പം തിരികെ എത്തിയ ആഹ്ലാദത്തോടെ അയാൾ പറഞ്ഞു. എങ്കിൽ ഇനി നമുക്ക് പരസ്പരം സുപ്രഭാതം ആശംസിക്കാം. പിന്നെ അറബികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിച്ച ചെറിയ ഉടവാൾ അയാൾ കയ്യിലെടുത്ത് പിടിച്ചു. ആ നിമിഷം ആ പെൺപുലി തൻ്റെ ദൃഷ്ടികൾ ആ ഫ്രഞ്ചുകാരുടെ നേർക്ക് തിരിച്ച് അയാളെ ഒന്ന് നോക്കി. അവൾ മുന്നോട്ട് നീങ്ങിയില്ല. ആ ലോഹത്തിളക്കമുള്ള കണ്ണുകളിലെ ദൃഢതയും അസാധാരണമായ തിളക്കവും ആ സൈനികനെ വിറപ്പിച്ചു. ആ ജീവി മെല്ലെ അയാൾക്ക് നേരെ നീങ്ങി. അയാൾ അവളെ കണ്ണുകൾ കൊണ്ട് തഴുകുന്നതുപോലെ നിരീക്ഷിച്ചുകൊണ്ട് നിന്നു. അവളെ മയക്കാനെന്ന പോലെ അയാൾ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. തൻ്റെ അടുത്തേക്ക് വരുവാൻ അയാൾ അവളെ അനുവദിച്ചു. വളരെ തരളമായ ചലനങ്ങളോടെ അയാൾ കൈകൊണ്ട് അവളുടെ ശിരസ് മുതൽ വാലി വരെ മൃദുവായി ഒന്ന് തഴുകി. അതിനിടയിൽ തൻ്റെ നഖങ്ങൾ കൊണ്ട് മെല്ലെ അവളുടെ മഞ്ഞ നിറമുള്ള മുതുകിലെ നട്ടലിൻ്റെ കശേരുക്കളിൽ മെല്ലെ ഞെരടുവാൻ അയാൾ മറന്നില്ല. ആനന്ദം കൊണ്ട് ആ ജീവി തൻ്റെ വാൽ ചുരുട്ടി. അവളുടെ കണ്ണുകളിൽ സൗമ്യത വളർന്നു. ആ ഫ്രഞ്ച് സൈനികൻ മൂന്നാമതൊരിക്കൽ കൂടി തൻ്റെ ലാളനക്രിയ നടത്തിയപ്പോൾ ആ പെൺപുലി പൂച്ചയെപ്പോലെ ഒന്നു കുറുങ്ങി. തൊണ്ടയുടെ ആഴങ്ങളിൽ നിന്നും പുറപ്പെടുന്നത് പോലുള്ള ആ കരുത്തുറ്റ ശബ്ദം കത്തീഡ്രലിലെ ഓർഗൻ്റെ ഗീതം പോലെ ആ ഗുഹയ്ക്കകത്ത് താളാത്മകമായി ഒന്ന് മുഴങ്ങി. തഴുകലിൻ്റെ വിജയം അണത്തെറിഞ്ഞ സൈനികൻ ഗർവിഷ്ഠയായ ആ മോഹിനിയെ മയക്കുന്ന വിധം തൻ്റെ തഴുകലിൻ്റെ വേഗത ഒന്ന് വർദ്ധിപ്പിച്ചു. തലേന്ന് ക്രൂരമായി തന്നെ വിശപ്പ് മാറ്റിയിരുന്ന സ്വേച്ഛാധിപതിയായ സഹചാരിയുടെ രൗദ്രം തണുപ്പിക്കാൻ തനിക്ക് സാധിച്ചുവെന്ന് മനസ്സിലായതോടെ അയാൾ എഴുന്നേറ്റ്
ആ ഗുഹയ്ക്കകത്തുനിന്ന് പുറത്തേക്ക് നടന്നു. ആ പെൺപുലി അയാളെ പുറത്തേക്ക് കടക്കാൻ അനുവദിച്ചു. പക്ഷേ അയാൾ ആ കുന്ന് കയറിയപ്പോൾ മരക്കൊമ്പുകൾ തോറും തത്തിത്തത്തി നടക്കുന്ന ഒരു കുരുവിയുടെ മെയ്വഴക്കത്തോടെ അയാൾക്ക് പിറകെ പാഞ്ഞു വന്നുകൊണ്ട് ഒരു പൂച്ചയുടെ ശരീരഭാഷയിൽ തൻ്റെ മുതുകു വളച്ച് അവൾ ആ സൈനികൻ്റെ ശരീരത്തിൽ ഒന്നുരുമി. പിന്നെ ആ തിളങ്ങുന്ന കണ്ണുകൾ അയാൾക്ക് നേരെ നീട്ടി. ഈർച്ചവാളിൻ്റെ ശബ്ദത്തിൽ അവളൊന്നു മൂങ്ങി. എന്തൊരു സുന്ദരിയാണിവൾ! ആ ഫ്രഞ്ച് സൈനികൻ മെല്ലെ പുഞ്ചിരിച്ചുകൊണ്ട് വിളിച്ചുകൂവി. കൈകൾ കൊണ്ട് അയാൾ അവളുടെ ചെവികളെ തഴുകി, ശരീരത്തെ ലാളിച്ചു. കൈനകം കൊണ്ട് അവളുടെ ശിരസിൽ ഉറക്കെ മാന്തി. പ്രസ്തുത ഉദ്യമത്തിൽ വിജയം നൽകിയ ധൈര്യത്തിൽ അയാൾ തൻ്റെ വാളിൻ്റെ മുന അവളുടെ തലയോട്ടിയിൽ ഉരച്ചുകൊണ്ട് അവളെ വെട്ടിവീഴ്ത്താനുള്ള തക്കം പാർത്തു നിന്നു. പക്ഷേ അവളുടെ കഴുത്തിലെ എല്ലുകളുടെ ഉറപ്പ് അയാളിൽ പരാജയഭീതി ഉണർത്തി. മരുഭൂമിയിലെ ആ സുൽത്താന തൻ്റെ അടിമയുടെ സുഖം നൽകുന്ന ക്രീഡകളെ അംഗീകരിക്കുന്ന മട്ടിൽ ശിരസ് ഉയർത്തിപ്പിടിച്ചു. തൻ്റെ ശാന്തമായ സമീപനത്തിലൂടെ അവൾ തൻ്റെ ആഹ്ലാദം പ്രകടിപ്പിച്ചു. ഈ ഭീകരറാണിയെ അവസാനിപ്പിക്കുവാൻ അവളുടെ കഴുത്തു നോക്കിയൊരു വെട്ടുകൊടുത്താൽ മതിയെന്ന് അയാൾ മനസ്സിൽ കണ്ടു. കരവാൾ അതിനായി അയാൾ ഉയർത്തിപ്പിടിച്ചതായിരുന്നു. അപ്പോഴാണ് ആ പെൺപുലി മനോഹരമായി മെയ്വഴക്കത്തോടെ, വന്യതയ്ക്കൊപ്പം സൗമ്യതയുടെ ചീളുകൂടി കലർത്തിയ കടാക്ഷത്തോടെ അയാളുടെ കാൽക്കൽ കമഴ്ന്നു വീണത്. ഒരു ഈന്തപ്പനയിൽ ചാരി നിന്ന് ഈന്തപ്പഴം തിന്നുകൊണ്ട് ആ സാധു മനുഷ്യൻ തന്നെ രക്ഷിക്കാനായി മരുഭൂമിയുടെ മധ്യത്തിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുന്നതോടൊപ്പം തൻ്റെ ഭയകാരിണിയായ കാമുകിയുടെ നേരെ നോക്കിക്കൊണ്ടിരുന്നു. അയാൾ ഓരോ തവണയും ഈന്തപ്പഴത്തിൻ്റെ കുരു എറിഞ്ഞു കളയുമ്പോൾ സങ്കല്പത്തിനതീതമായ വിശ്വാസത്തോടെ ആ പെൺപുലി അവിടേക്ക് നോക്കിക്കൊണ്ട് നിന്നു. കാര്യമാത്ര പ്രസക്തമായ ഭാവത്തോടെ അവൾ ആ സൈനികനെ നിരീക്ഷിച്ചു. കുറച്ചു നേരത്തെ സൂക്ഷ്മ നിരീക്ഷണത്തിന് ശേഷം അയാളുടെ ബൂട്ടിൻ്റെ ചുളിവുകളിൽ പറ്റിപ്പിടിച്ചിരുന്ന പൊടി തൻ്റെ പരിപരുത്ത കരുത്തുറ്റ നാക്കുകൊണ്ട് അവൾ തുടച്ചു വൃത്തിയാക്കി. പക്ഷേ ഇവൾക്ക് വിശന്നാൽ? ഫ്രഞ്ച് സൈനികൻ ആലോചിച്ചുകൊണ്ടിരുന്നു. ആ ആലോചന അയാളിൽ ഒരു വിറയലുണ്ടാക്കി. വ്യാക്രവംശത്തിലെ ഏറ്റവും സുന്ദരിയെന്ന് കരുതാവുന്ന ആ ജീവിയുടെ ദേഹവടിവും നിമ്നോന്നതകളും അയാൾ കൗതുകത്തോടെ പരിശോധിച്ചുകൊണ്ടിരുന്നു. അവൾക്ക് 3 അടി ഉയരവും വാലൊഴിവാക്കി 4 അടി നീളവും ഉണ്ടായിരുന്നു. കരുത്തുറ്റ ഗദ പോലുള്ള ആ ആയുധത്തിന് ഏകദേശം 3 അടി നീളമുണ്ടായിരുന്നു. ഒരു സിംഹറാണിയുടെ അത്രയും തന്നെ വലിപ്പമുള്ളതായിരുന്നു അവളുടെ ശിരസ്. സവിശേഷമായി എടുപ്പുകൊണ്ട് അത് ആകർഷകമായി. ഒരു പെൺപുലിയുടെ ക്രൗര്യം അവളുടെ മുഖത്ത് കളിയാടിയിരുന്നുവെങ്കിലും കപടസൂത്രങ്ങളുള്ള ഒരു സ്ത്രീയുടെ സർവ്വഭാവങ്ങളും അതിനുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ആ രാജ്ഞിയുടെ മുഖത്ത് മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ആഹ്ലാദം നിറഞ്ഞു നിന്നു. വീഞ്ഞു കഴിച്ച് മുഖം തുടുത്ത നീറോയെപ്പോലെ രക്തം കുടിച്ച് ദാഹം ശമിപ്പിച്ച അവളുടെ മുഖവും തുടുത്തിരുന്നു. ഇനി അവൾക്ക് വേണ്ടത് അല്പം വിനോദമാണ്. ആ സൈനികൻ പുറത്തേക്ക് പോകാനും അകത്തേക്ക് വരുവാനും ഒരു ശ്രമം നടത്തി. ആ പെൺപുലി അയാളെ അതിനനുവദിച്ചു. ഒരു അങ്കോറ പൂച്ചയേക്കാൾ തൻ്റെ യജമാൻ്റെ അനക്കങ്ങളെപ്പോലും സംശയത്തോടെ നിരീക്ഷിക്കുന്ന വിശ്വസ്തയായ ഒരു ജന്തുവിനെ പോലെ അവൾ അയാളുടെ ഓരോ ചലനവും സാഗൂതം നോക്കിക്കൊണ്ട് നിന്നു. ഗുഹയ്ക്ക് പുറത്തു വന്ന് ചുറ്റും നോക്കിയപ്പോൾ തൻ്റെ കുതിരയുടെ ജഡത്തിൻ്റെ അവശിഷ്ടം ആ വെള്ളച്ചാലിനടുത്ത് കിടക്കുന്നത് അയാൾ കണ്ടു. ആ പെൺപുലി അത് ഇത്രയും ദൂരം വലിച്ചുകൊണ്ടുവന്നുവെന്ന് അയാൾ മനസ്സിലാക്കി. അതിൻ്റെ 2/3 ഭാഗവും പുലി ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു. ആ കാഴ്ച ഫ്രഞ്ച് സൈനികന് ആശ്വാസം നൽകി. അയാൾ ഗുഹയിൽ കയറുമ്പോൾ ആ പുലി അവിടെ ഇല്ലാതിരിക്കാനുള്ള കാരണവും രാത്രിയിൽ ഉറങ്ങുമ്പോൾ അത് അയാളെ ആക്രമിക്കാതിരിക്കാനുള്ള കാരണവും ആ കുതിരയുടെ ശേഷിപ്പ് അയാൾക്ക് വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ ഭാഗ്യത്തിൻ്റെ ആദ്യത്തെ ശകലം അയാൾക്ക് ഭാവിയെക്കുറിച്ച് ചെറിയൊരു ധാരണ നൽകി. ആ പെൺപുലിയെ അനുനയിപ്പിച്ചുകൊണ്ട് അവളുമായി ഒത്തുചേർന്ന് ഒരു ജീവിതം ആരംഭിക്കുകയെന്ന ഭ്രാന്തനാശയം അയാളുടെ മനസ്സിൽ നാമ്പെടുത്തു. അയാൾ ഗുഹയ്ക്കകത്തേക്ക് തിരികെ വന്നപ്പോൾ ആ പെൺപുലി വാലാട്ടിക്കൊണ്ട് അയാളെ സന്തോഷിപ്പിച്ചു. അവളുടെ ദേഹത്ത് ചാരിയിരുന്നു കൊണ്ട്
അയാൾ അവളുമായി കളിക്കാൻ തുടങ്ങി. അയാൾ അവളുടെ കൈകളിലും മുഖത്തും കൈകൊണ്ട് പിടിച്ചു. ചെവിയിൽ പിടിച്ച് മെല്ലെ ഒന്ന് വലിച്ചു. ആ ജീവിയെ മലർത്തിക്കിടത്തി അവളുടെ പട്ട് പോലുള്ള മിനുത്ത ഭാഗങ്ങളിൽ തൻ്റെ നഖങ്ങൾ കൊണ്ട് അയാൾ ശക്തിയായി ഉരച്ചു. അവൾ അയാളെ അതിനെല്ലാം തന്നെ അനുവദിച്ചു. അവളുടെ കൈപ്പടങ്ങളുടെ മിനിപ്പിൽ തലോടിയപ്പോൾ ദമാസ്കസ് ബ്ലേഡ് പോലെ മൂർച്ചയുള്ള ആ വളഞ്ഞ നഖങ്ങൾ അവൾ ഉള്ളിലേക്ക് വലിച്ച് ഒതുക്കിവെച്ചു. അയാളുടെ ഒരു കൈ എപ്പോഴും വാളിൻ്റെ പിടിയിൽ വിശ്രമിച്ചു. തന്നെ ഏറെ വിശ്വസിച്ചു കഴിഞ്ഞ ആ പെൺപുലിയുടെ ശരീരത്തിൽ ആ വാൾ ആഴ്ത്താനുള്ള ചിന്തയിലായിരുന്നു അയാൾ. പക്ഷേ മരണവെപ്രാളത്തിൽ ആ ജന്തു തന്നെ ഞെരിച്ചു കൊന്നാലോ എന്ന ഭയം അയാൾക്കുണ്ടായിരുന്നു. അക്രമ സ്വഭാവം പ്രകടിപ്പിക്കാത്ത ഒരു ജീവിയോടുള്ള മനസ്സലിവിൻ്റെ സ്പർശവും അയാളുടെ മനസ്സിൽ ബാക്കി കിടപ്പുണ്ടായിരുന്നു. വന്യത മുറ്റി നിൽക്കുന്ന മരുഭൂമിയിൽ തനിക്കൊരു ചങ്ങാതിയെ കിട്ടിയതുപോലെ അയാൾക്ക് തോന്നി. അയാൾ അറിയാതെ തന്നെ അയാളുടെ മനസ്സിലേക്ക് തൻ്റെ ഭൂതകാലവും താൻ പ്രണയിച്ചിരുന്ന ഒരു പെൺകുട്ടിയുടെ രൂപവും കടന്നു വന്നു. മിഞ്ഞോൺ എന്നാണ് അയാൾ അവളെ പ്രണയപൂർവ്വം വിളിച്ചിരുന്നത്. യൗവനത്തിലെ ആ ഓർമ്മകൾ തൻ്റെ പുതിയ കൂട്ടുകാരിയെ ആ ഓമനപ്പേരിട്ട് വിളിക്കാൻ അയാളെ പ്രേരിപ്പിച്ചു. സുന്ദരിയായ ആ ജീവിയുടെ ചുറുചുറുക്കുള്ള ചലനത്തിനൊപ്പിച്ച് ഉലഞ്ഞൊഴുകുന്ന ശരീരത്തെ ആരാധിക്കുവാൻ അയാൾക്ക് തോന്നി. അന്ന് വൈകുന്നേരമായപ്പോഴേക്കും അയാൾ താൻ വന്നുപെട്ടിരിക്കുന്ന ആപത്തുമായി താതാത്മ്യം പ്രാപിച്ചിരുന്നു. ഇപ്പോൾ അയാൾ ആ അപായ സുന്ദരിയെ ആസ്വദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കൃത്രിമമായ ഒച്ചയിൽ അയാൾ മിഞ്ഞോൺ എന്ന് വിളിക്കുമ്പോൾ വന്യത മുത്തിയ ആ കാമിനി മുഖമുയർത്തി നോക്കാൻ തുടങ്ങിയിരിക്കുന്നു. സൂര്യാസ്തമയമായപ്പോൾ മിഞ്ഞോൺ എന്തൊക്കെയോ മന്ത്രിക്കുന്നത് പോലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അവൾ ചിട്ടയോടെ വളർന്നവളാണ്, ആ സൈനികൻ വിചാരിച്ചു. അവൾ പ്രാർത്ഥനകൾ ചൊല്ലുകയാണ്. അവളുടെ ശാന്ത സ്വഭാവമാണ് അയാളെ ഈ വിധം നർമ്മബോധത്തോടെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചതെന്ന കാര്യത്തിൽ സംശയമില്ല. അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ തനിക്ക് പുറത്തു പോകാമെന്നും രാത്രിയാകുമ്പോഴേക്കും മറ്റൊരു സങ്കേതം കണ്ടുപിടിക്കാമെന്നും കരുതി അയാൾ പറഞ്ഞു. ശരി ഓമലെ, ഞാൻ നിന്നെ ഉറക്കിത്തരാം. ഗുഹയിൽ നിന്നും പുറത്തേക്ക് കടക്കാനുള്ള തക്കം പാർത്തിരിക്കുകയായിരുന്നു ആ സൈനികൻ. അവസരമൊത്തു കിട്ടിയപ്പോൾ നൈൽ നദിയെ ലക്ഷ്യമാക്കി അയാൾ അതിവേഗം നടന്നു. പക്ഷേ കുറച്ചു ദൂരം പിന്നിട്ടപ്പോഴേക്കും ഈർച്ചവാളുടെ ശബ്ദത്തെ ഓർമ്മിപ്പിക്കുന്ന കരച്ചിലോടെ കനത്ത കുതിപ്പുകളുമായി അവൾ അയാളുടെ പിറകിലെത്തി. ഹോ, അവൾക്കെന്നോട് അത്രയ്ക്കധികം ഇഷ്ടമായി കാണും. ഇതവളുടെ ആദ്യത്തെ പ്രണയമാണെന്ന് തോന്നുന്നു, അയാൾ സ്വയം പറഞ്ഞു. പെട്ടെന്ന് വീശിയടിച്ച ഒരു മരുക്കൊടുങ്കാറ്റിൽ അയാൾ അകപ്പെട്ടുപോയി. മരുഭൂമിയിലെ സഞ്ചാരികൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ ആവാത്ത ദുരന്തമാണ് ആ കൊടുങ്കാറ്റ്. താൻ അതിനുള്ളിൽ അപ്രത്യക്ഷനാവുകയാണെന്ന് അയാൾക്ക് തോന്നി. അയാൾ ഭയചകിതനായി ഉറക്കെ നിലവിളിച്ചു. ആ പെൺപുലി തൻ്റെ നീണ്ടു വളഞ്ഞ പല്ലുകൾ കൊണ്ട് അയാളുടെ ഷർട്ടിൻ്റെ കോളറിൽ കടിച്ചു പിടിച്ച് ഒരൊറ്റ ചാട്ടത്തിന് ഒരു മന്ത്രവിദ്യ വശമുള്ളവളെപ്പോലെ ആ ചുഴലിക്കാറ്റിൽ നിന്നും പുറത്തേക്ക് കുതിച്ചു. ഹാ മിഞ്ഞോൺ, അവളെ തഴുകിക്കൊണ്ട് പ്രേമപൂർവ്വം അയാൾ പറഞ്ഞു. ജീവിതത്തിലും മരണത്തിലും ഇനി നമ്മൾ കൂട്ടുകാരാണ്. പക്ഷേ ഒരിക്കലും പരസ്പരം ചതിക്കരുത്, കേട്ടല്ലോ. അയാൾ തിരികെ താവളത്തിലേക്ക് തന്നെ നടന്നു. അന്ന് മുതൽ ആ മരുഭൂമി ആളുകളെ കൊണ്ട് നിറഞ്ഞതുപോലെയായി. അയാൾക്ക് ആശയവിനിമയം നടത്തുന്നതിനായി ഒരു ജീവിയെ കിട്ടിയിരിക്കുന്നു. ആ ജീവിയുടെ രൗദ്രത തണുത്തു കഴിഞ്ഞിരിക്കുന്നു. വിശദീകരിക്കാനാവാത്തൊരു പ്രണയബന്ധം അയാൾക്കും അവൾക്കുമിടയിൽ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഉണർന്നിരിക്കുവാൻ കഠിനമായി ശ്രമിച്ചു നോക്കിയെങ്കിലും അയാൾ ഉറങ്ങിപ്പോയി. ഉണർന്നപ്പോൾ മിഞ്ഞോണിനെ അവിടെ എങ്ങും കാണാനില്ലായിരുന്നു. കുന്നിൻ്റെ മുകളിൽ കയറി നിന്ന് അയാൾ ചുറ്റും നോക്കി. ആ സുന്ദരി തൻ്റെ പ്രൗഢമായ ചലനങ്ങളോടെ കുതിച്ചു വരുന്നത് അയാൾ കണ്ടു. മിഞ്ഞോൺ അയാളുടെ അടുത്തേക്ക് വന്നു. അവളുടെ മുഖത്തു നിറയെ ചോര പുരണ്ടിരുന്നു. ആഴമേറിയ സംതൃപ്തിയുടെ കുറുങ്ങലോടെ അവൾ തൻ്റെ കൂട്ടുകാരൻ്റെ ലാളനകൾ ഏറ്റുവാങ്ങി. അവളുടെ കണ്ണുകളിൽ ആ സൈനികനോടുള്ള സൗമ്യത വർദ്ധിച്ചിരുന്നു. താൻ വളർത്തുന്ന ഒരു അരുമയോടെന്ന പോലെ അയാൾ അവളോട് സംസാരിച്ചു. ഹേയ് സുന്ദരി, സുന്ദരിയായ ഒരു സ്ത്രീയല്ലേ നീ? നിനക്ക് സ്ത്രീയെപ്പോലെ ലജ്ജ തോന്നുന്നില്ലേ? നീ ഒരു അറബിയെ തിന്നിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? ശരിയാണ്,
ഒരു തരത്തിൽ പറഞ്ഞാൽ അവരും നിന്നെപ്പോലെ മൃഗങ്ങളാണ്. പക്ഷേ നീ എന്താ ഒരു ഫ്രഞ്ചുകാരനെ തിന്നാത്തത്? നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഒരു ചെറിയ നായ്ക്കുട്ടി അവൻ്റെ യജമാനോടൊപ്പം കളിക്കുന്നതുപോലെ അവൾ അയാൾക്കൊപ്പം കളിച്ചു രസിച്ചു. അയാൾ അവളുടെ ശരീരത്തിൽ കെട്ടിപ്പിടിച്ച് ഉരുണ്ടു പറഞ്ഞു. ചിലപ്പോൾ യാചനയുടെ രൂപത്തിൽ തൻ്റെ ചേഷ്ടകളിലൂടെ തന്നെ ലാളിക്കുവാൻ അവൾ അയാളെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അവളുമായുള്ള ചങ്ങാത്തം അയാളുടെ മുന്നിൽ ആ മരുഭൂമിയുടെ ഉദാത്തമായ സൗന്ദര്യം നിരത്തിയിട്ടു. ഭീതിയുടെ ആദ്യ നിമിഷങ്ങൾക്ക് ശേഷം ലഭിച്ച സമാധാനത്തിൻ്റെ നിമിഷങ്ങളും സുഭിക്ഷമായ ആഹാരവും താലോലിക്കാനായി ഒരു സുന്ദരിയായ ജീവിയെയും കിട്ടിയതോടെ അയാളുടെ മനസ്സ് വികാരം കൊണ്ട് നിറഞ്ഞു. ഏകാന്തത അവളുടെ രഹസ്യങ്ങൾ അയാളുടെ മുന്നിൽ തുറന്നിട്ടു. അവളുടെ വശ്യതയിൽ അയാളുടെ സാന്നിധ്യം നിറഞ്ഞു നിന്നു. മനുഷ്യർക്ക് മുന്നിൽ അവൾ മറച്ചു വെച്ചിരുന്ന ആഹ്ലാദങ്ങൾ ഉദയാസ്തമയങ്ങളുടെ സമയത്ത് അയാൾക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷികളുടെ ചിറകടി ശബ്ദം തലയ്ക്ക് മുകളിലൂടെ കടന്നുപോയപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ആഴങ്ങളിലേക്ക് വിലയം പ്രാപിക്കുന്ന മേഘങ്ങളെ, മാറിമറിയുന്ന രൂപങ്ങളും വർണ്ണങ്ങളുമുള്ള ആകാശയാത്രികരെ കണ്ടപ്പോൾ അയാളുടെ ശരീരം ചെറുതായൊന്ന് വിറച്ചു. ആ മരുഭൂമിയിലെ നിശകളിൽ അയാൾ ശരിക്കും ജീവിതം അറിഞ്ഞ് ആസ്വദിച്ചു. അതിൻ്റെ മഹത്വത്തിൽ അയാൾ വിസ്മയിച്ചു. ആ മരുഭൂമിയുടെ അന്തരീക്ഷത്തിൽ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച ചുവന്ന മഞ്ഞിൻ പാടകളും രാത്രിയുടെ വരവും അയാൾ ആവേശത്തോടെ നോക്കിക്കണ്ടു. രാവിനോടൊപ്പം കാരുണ്യം വഴിയുന്ന നക്ഷത്രങ്ങളുടെ ശാന്തത തനിക്ക് മീതെ വഴിഞ്ഞൊഴുകുന്നത് അയാൾ കണ്ടു. അന്തരീക്ഷത്തിൽ പരക്കുന്ന സംഗീതം അയാൾ ശ്രദ്ധിച്ചു. മരുഭൂമിയിലെ ഏകാന്തത അയാളെ ഉപാസനയുടെ ആനന്ദം അനുഭവിപ്പിച്ചു. ഓർമ്മയുടെ നനുത്ത വീജികൾ അയവിറക്കി തൻ്റെ പഴയ ജീവിതവും പുതിയ ജീവിതവും അയാൾ താരതമ്യം ചെയ്തു. സ്നേഹിക്കാനായി അയാൾക്കൊരു ലക്ഷ്യം ആവശ്യമായിരുന്നതിനാൽ അയാൾ ആ പെൺപുലിയെ തന്നെ പ്രണയിച്ചു. അയാളുടെ നിരന്തരമായ ശ്രമം മൂലം അവളുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റം കൊണ്ടോ വേണ്ടത്ര ആഹാരം ലഭിച്ചതിനാൽ അവൾ അയാളെ ആക്രമിക്കാനുള്ള തോന്നൽ ഉപേക്ഷിച്ചതിനാലോ മനുഷ്യനോട് ഇണക്കം വന്ന ആ മൃഗത്തിനോട് അയാൾക്കിപ്പോൾ തീരെ ഭയം തോന്നുന്നില്ലായിരുന്നു. ദിവസത്തിൻ്റെ ഭൂരിഭാഗം സമയവും അയാൾ ചെലവഴിച്ചത് ഉറങ്ങുവാനായിരുന്നു. പക്ഷേ ഒരു ചിലന്തി സ്വന്തം വലയിൽ ഉറങ്ങുന്നതുപോലെ ജാഗ്രതയോടെ തൻ്റെ രക്ഷക തന്നെ ഉപേക്ഷിച്ച് രക്ഷപ്പെടില്ലെന്ന് ഉറപ്പുവരുത്തും വിധം ജാഗ്രതയോടെയാണ് അയാൾ ഉറങ്ങിയത്. ഓലയില്ലാത്ത ഒരു ഈന്തപ്പനയുടെ മുകളിൽ അടയാളമായി ഒരു കൊടി ഉയർത്തിക്കെട്ടാൻ അയാൾ തൻ്റെ ഷർട്ട് ഉപേക്ഷിച്ചു. ആ മരുഭൂമിയുടെ വന്യതയിലൂടെ കടന്നു പോകാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ കാണുന്നതിനായി അയാൾ ആ ഷർട്ട് ഒരു വടിയിൽ ചേർത്ത് കെട്ടി നിവർത്തിവെച്ചു. പ്രത്യാശ കൈവിട്ടു പോയ ആ നീണ്ട മുഹൂർത്തങ്ങളിൽ അയാൾ കൂട്ടുകാരിയുമായി കളിച്ചു രസിച്ചു. അവളുടെ ശബ്ദവ്യതിയാനങ്ങളുടെ അർത്ഥവും അവളുടെ കടാക്ഷങ്ങളുടെ ഭാഷയും അയാൾ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. അവളുടെ സ്വർണ്ണ നിറത്തിലുള്ള ശൽക്കത്തിലെ പുള്ളികൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും അയാൾ മനസ്സിലാക്കിയിരുന്നു. സൂര്യപ്രകാശത്തിൽ രത്നങ്ങൾ പോലെ തിളങ്ങിയിരുന്ന വെളുത്ത വലയങ്ങൾ നിറഞ്ഞ ആ മനോഹരമായ വാലിൻ്റെ അഗ്രത്തിലുള്ള രോമങ്ങൾ പിടിച്ചു വലിച്ചാൽ പോലും അവൾ കരയില്ല എന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. മഞ്ഞ് പോലെ മൃദുലമായ അവളുടെ മുലകളും പ്രൗഢിയേറിയ ശിരസ് നോക്കി ആസ്വദിക്കുന്നത് അയാൾക്ക് ആനന്ദകരമായ അനുഭവമായി. അതിനൊക്കെ അപ്പുറം അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമ്പോഴെല്ലാം ആനന്ദപരവശനായി അയാളത് നോക്കി നിന്നു. അവളുടെ മെയ്വഴക്കത്തിൻ്റെ ലാവണ്യവും ചലനത്തിൻ്റെ താരുണ്യവും അയാൾക്ക് നിത്യനൂതനമായി വിസ്മയം നൽകി. കുതിക്കുമ്പോഴും ഓടുമ്പോഴും ചാടുമ്പോഴും വഴുതിയിറങ്ങുമ്പോഴും അയാളുടെ ദേഹത്ത് ഉരുമുമ്പോഴും ഉരുണ്ട് മറിയുമ്പോഴും അവൾ പ്രകടിപ്പിക്കുന്ന മെയ്വഴക്കം അയാളെ അതിശയപ്പെടുത്തി. വഴുവഴുപ്പുള്ള പ്രതലത്തിലൂടെ അതിവേഗം മൂടിക്കൊണ്ടിരിക്കുമ്പോൾ പോലും മിഞ്ഞോൺ എന്ന വിളി കേട്ടാൽ അവൾ അനങ്ങാതെ നിൽക്കും. നല്ല പ്രകാശമുള്ളൊരു ദിവസം ഒരു വലിയ പക്ഷി ആകാശത്തിലൂടെ പറന്നുകൊണ്ടിരുന്നു. ആ പുതിയ സഞ്ചാരിയെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നതിനായി ആ സൈനികൻ അവളുടെ അടുത്തു നിന്നും അല്പം ദൂരേക്ക് മാറി നിന്നു. പക്ഷേ ഒറ്റപ്പെട്ട് പോയതുപോലെ തോന്നിയ ആ മരുഭൂമിയുടെ സുൽത്താന അല്പനേരത്തെ കാത്തിരിപ്പിന് ശേഷം ദീനമായ മുരൾച്ചയോടെ അയാളുടെ അടുത്തേക്ക് തന്നെ കുതിച്ചു. ഹോ, ഇവൾ ശരിക്കും അസൂയക്കാരി തന്നെ.
അവളുടെ കണ്ണുകളിലെ ദൃഢതയും തീക്ഷ്ണതയും നിരീക്ഷിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഒരു മനുഷ്യ സ്ത്രീയുടെ ആത്മാവ് ഇവളുടെ ഉള്ളിൽ കയറി കൂടിയിട്ടുണ്ടെന്നത് തീർച്ച. അവളുടെ ഉരുണ്ട പൃഷ്ഠത്തെയും പ്രൗഢവും മനോഹരമായ ശരീരഘടനയെയും അയാൾ മനസ്സിൽ പ്രകീർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കഴുകൻ അവിടെ നിന്നും അപ്രത്യക്ഷമായി. ഒരു സുന്ദരിയെപ്പോലെയായിരുന്നു അവളുടെ മട്ടും ഭാവവും. വശ്യതയാർന്ന രോമരാജികൾ ഇഴയൊപ്പിച്ച് അവളുടെ വെളുത്ത് മിനുത്ത തുടകൾക്കിടയിലൂടെ ഒഴുകിയിറങ്ങി. സൗരപ്രഭയിൽ തവിട്ട് പുള്ളികൾ നിറഞ്ഞ അവളുടെ സ്വർണ്ണ ശൽക്കം വിവരണാതീതമായി വശ്യതയോടെ തിളങ്ങി. പരസ്പരം മനസ്സിലാക്കിയതുപോലെ ആ സൈനികനും പെൺപുലിയും പരസ്പരം നോക്കി. അവളുടെ തലയോട്ടിയിലൂടെ അയാളുടെ കൂർത്ത നഖങ്ങൾ കടന്നുപോയപ്പോൾ മരുഭൂമിയിലെ സുന്ദരിയുടെ ദേഹം വിറച്ചു. അവളുടെ കണ്ണുകളിലെ പ്രകാശം ഇടിമിന്നൽ പോലെ ചിതറിത്തെറിച്ചു. മൂർച്ചയിലെത്തിയതുപോലെ അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. വെണ്മയുടെ ശോഭയും സ്വർണ്ണധൂളികളുടെ തിളക്കവുമുള്ള ആ മരുഭൂമിയിലെ റാണിയെ തൻ്റെ കൈകളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഇവൾക്കൊരു ആത്മാവുണ്ട്. ഈ കഥയുടെ ക്ലൈമാക്സ് പറയാൻ ബുദ്ധിമുട്ടുള്ള ഒന്നാകുന്നു. വൈകാരികമായ എല്ലാ അവസാനത്തെയും പോലെ തന്നെയാണ് ഈ കഥയുടെയും അന്ത്യം. ഒരു തെറ്റിദ്ധാരണയിൽ നിന്നും ഉടലെടുത്ത അന്ത്യം. അവർ പരസ്പരം തെറ്റിദ്ധരിച്ചു. പരസ്പരം വിശദീകരിക്കാൻ അഭിമാനം അവരെ അനുവദിച്ചില്ല. പിടിവാശി അവരുടെ ജീവിതത്തെ ഭ്രാന്തമായ അവസ്ഥയിലേക്ക് തള്ളിവിട്ടു. ഒരു ദിവസം പരസ്പരം ചേർന്നിരിക്കുമ്പോൾ അയാൾ അബദ്ധവശാൽ അവളെ വേദനിപ്പിച്ചു. വേദന കൊണ്ട് ഭ്രാന്തിളകിയ അവൾ അയാളുടെ തുടയിലൊന്ന് കടിച്ചു. പക്ഷെ ആ പ്രവൃത്തി അത്രയേറെ ക്രൂരത നിറഞ്ഞതെന്ന് പറയാനാവില്ല. അയാളെ കൊല്ലാനൊന്നും ഉദ്ദേശിച്ചായിരുന്നില്ല അവൾ അങ്ങനെ ചെയ്തത്. പെട്ടെന്ന് അയാൾ തൻ്റെ കയ്യിലിരുന്ന വാൾ അവളുടെ കഴുത്തിലൂടെ കുത്തിയിറക്കി. ഹൃദയഭേദകമായൊരു നിലവിളിയോടെ മലർന്നു കിടന്നുകൊണ്ട് അവൾ അയാളെ ഒന്ന് നോക്കി. യാതൊരു രോഷപ്രകടനവും കൂടാതെയാണ് അവൾ അവസാനമായി ദയനീയമായി അയാളുടെ നേരെ നോക്കിയത്. തൻ്റെ കയ്യിലുള്ളതെല്ലാം, അയാൾക്ക് അടുത്തിടെ ലഭിച്ച കീർത്തിമുദ്ര പോലും അവളുടെ ജീവൻ തിരികെ കിട്ടുന്നതിന് പ്രതിഫലമായി നൽകാമെന്ന് അയാൾ വിലപിച്ചു. ഒരു സ്ത്രീയെ കൊല ചെയ്യുമ്പോഴുണ്ടാകുന്ന കുറ്റബോധമാണ് തനിക്ക് തോന്നുന്നതെന്ന് അയാൾ സങ്കടപ്പെട്ടു. കൊടിയാക്കി ഉയർത്തിക്കെട്ടിയിരുന്ന അയാളുടെ ഷർട്ടിനെ ലക്ഷ്യം വെച്ച് അവിടെ എത്തിപ്പെട്ട സൈനികർ കണ്ടത് ആ പെൺപുലിയുടെ നിശ്ചലമായ ശരീരത്തിനരികിലിരുന്ന് പൊട്ടിക്കരയുന്ന ആ സൈനികനെയാണ്. മിഞ്ഞോൺ, മരുഭൂമിയിലെ സുൽത്താന എന്നീ കഥ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത തവണ വീണ്ടും കാണും വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.